ഈ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് ആണ്. പ്രീഎംപ്റ്റീവ് ബേസ്ഡ് പ്രയോറിറ്റി ഷെഡ്യൂളിങ്ങിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ പ്രയോറിറ്റി ഷെഡ്യൂളിംഗ് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് പ്രീഎംപ്റ്റീവും രണ്ടാമത്തത് നോൺ പ്രീഎംപ്റ്റീവും. അപ്പം പ്രീഎംപ്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു 3 പ്രോസസ്സുകൾ വർക്ക് ചെയ്യുകയാണ്. ഒരു ഹൈ പ്രയോറിറ്റിയും ഒരു മീഡിയം പ്രയോറിറ്റിയും ലോ പ്രയോറിറ്റി ഉള്ള പ്രോസസ്സ്. അപ്പോൾ ലോ പ്രയോറിറ്റി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെക്കാട്ടി പ്രയോറിറ്റി കൂടിയ മീഡിയം പ്രയോറിറ്റി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോ പ്രയോറിറ്റി സ്റ്റോപ്പായി നിൽക്കണം. എന്നിട്ട് മീഡിയം പ്രയോറിറ്റി ഉള്ള ടാസ്കിനെ എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ സമ്മതിക്കുന്ന OS നമ്മൾ പ്രീഎംപ്റ്റീവ് OS എന്ന് പറയും. അപ്പോൾ പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിങ്ങിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിൽ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രോബ്ലം ഇതാണ്. നമുക്ക് 5 പ്രോസസ്സ് തന്നിട്ടുണ്ട്. പ്രോസസ്സിൻ്റെ ID P1, P2, P3, P4, P5. 5 പ്രോസസ്സിൻ്റെയും ഓരോന്നിൻ്റെ പ്രയോറിറ്റി തന്നിട്ടുണ്ട്. 1, 2, 1, 3, 2. അത് കഴിഞ്ഞിട്ട് അവരുടെ ബേസ്റ്റ് ടൈമും അറൈവൽ ടൈമും തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടേൺ അറൗണ്ട് ടൈമും വെയിറ്റിംഗ് ടൈമുമാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്ത് വരയ്ക്കണം? പ്രോസസ്സിൻ്റെ ഗാൻ ചാർട്ട് വരയ്ക്കാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയോറിറ്റി തന്നിട്ടുണ്ട് ഓരോ പ്രോസസ്സിൻ്റെയും. അപ്പോൾ പ്രയോറിറ്റി നമ്മൾ എടുക്കുന്നത് ലോവർ നമ്പർ ആണെന്നുണ്ടെങ്കിൽ ഹയർ പ്രയോറിറ്റി ആയിരിക്കും. അപ്പോൾ ഈ കേസിൽ 1 ആയിരിക്കും ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി, 3 ആയിരിക്കും ഏറ്റവും ലോവസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെ ഗാൻ ചാർട്ട് വരയ്ക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് അറൈവൽ ടൈം 0 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ടൈം 0യിൽ നിന്ന് തുടങ്ങാൻ പോവുകയാണ്. നമുക്കൊരു ലൈൻ അങ്ങ് വരച്ചിട്ടിരിക്കാം. ഇപ്പോൾ ടൈം 0th ടൈമിൽ നമ്മുടെ റെഡി ക്യൂവിൽ ആരൊക്കെയുണ്ട്? 0th ടൈമിൽ നമ്മളുടെ റെഡി ക്യൂവിൽ ആരൊക്കെ റെഡി ആയിട്ടിരിപ്പുണ്ട്? P1 റെഡി ആയിട്ടിരിപ്പുണ്ട്, P2 റെഡി ആയിട്ടിരിപ്പുണ്ട്. ഓക്കെ, ഇനി ഇതിൽ ആരെ എക്സിക്യൂട്ട് ചെയ്യണമെന്നുള്ളതാണ്. അപ്പോൾ അടുത്ത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രയോറിറ്റി നോക്കുക. P1 പ്രയോറിറ്റി എന്ന് പറയുന്നത് 1ഉം P2 പ്രയോറിറ്റി എന്ന് പറയുന്നത് 2ഉം. അപ്പോൾ ആരുടെയാണ് ഹയസ്റ്റ് പ്രയോറിറ്റി? P1 ഹയസ്റ്റ് പ്രയോറിറ്റി. സോ ഞാൻ P1 എക്സിക്യൂട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ P1 സ്റ്റാർട്ട് ചെയ്തു. ടൈം 1 ആയി. 1 ആയപ്പോഴത്തേക്കും വേറെ പ്രോസസ്സൊന്നും വന്നിട്ടില്ല. 2, 3, 4 വരെയും വേറെ പ്രോസസ്സൊന്നും വന്നിട്ടില്ല. P1 കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം എത്രയായിരുന്നു? 4 ആയിരുന്നു. സോ P1 കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. നമുക്ക് ഈ ഫിഗറിൽ നിന്നിപ്പം P1 കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. P1 കളയാം. ഇനി അടുത്തത് ടൈം ഇപ്പോൾ എത്രയായി? 4 ആയിട്ടുണ്ട്. ഈ സമയത്തിനുള്ളിൽ വേറെ ഏതെങ്കിലും പ്രോസസ്സ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. വേറെ ഒരു പ്രോസസ്സും വന്നിട്ടില്ല. അപ്പം നമുക്ക് ആരെ എക്സിക്യൂട്ട് ചെയ്യാം? ഇനി ആകെ ഉള്ളത് ആരാ? എല്ലാ റെഡി ക്യൂവിൽ ആരാ ഉള്ളത്? P2 ആണുള്ളത്. അപ്പോൾ ഞാൻ P2 സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ടൈം 5 ആയി, ആരും വന്നിട്ടില്ല. ടൈം = 6 ആയപ്പോഴത്തേക്കും പുതിയൊരാൾ വന്നു റെഡി ക്യൂവിൽ. ആരാണ്? P3 വന്നു. ഓക്കെ, അപ്പോൾ P3 പ്രയോറിറ്റി നോക്കണം. ഇനിയിപ്പോൾ P3 പ്രയോറിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 1. അതെന്ന് പറയുന്നത് P2 കൂടിയ പ്രയോറിറ്റിയാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ടൈം 6ൽ P2 സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, ടൈം 6ൽ നമ്മൾ P2 സ്റ്റോപ്പ് ചെയ്തു. കാരണം എന്താണ്? ടൈം 4ൽ വെച്ചിട്ട് P1 എക്സിക്യൂഷൻ കഴിഞ്ഞു. അപ്പോൾ ആ ടൈമിൽ റെഡി ക്യൂവിൽ P2 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഞാൻ P2 സ്റ്റാർട്ട് ചെയ്തു. P2 റൺ ചെയ്ത് ഏതാണ്ട് 6th ടൈം = 6 ആയപ്പോഴത്തേക്ക് ആര് വന്നു? P3 എന്ന് പറയുന്ന പ്രോസസ്സ് വന്നു. P3 പ്രയോറിറ്റി എന്ന് പറയുന്നത് P2 മുകളിലാണ്. സോ ഞാൻ എന്ത് ചെയ്യണം? P2 അവിടെ സ്റ്റോപ്പ് ചെയ്യണം. എന്നിട്ട് ആരെ സ്റ്റാർട്ട് ചെയ്യണം? P3 സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യം, P2 എത്ര യൂണിറ്റ് ഇപ്പോൾ എക്സിക്യൂഷൻ കഴിഞ്ഞു? P2 4 മുതൽ 6 വരെ എക്സിക്യൂട്ട് ചെയ്തു. അതായത് 2 യൂണിറ്റ് കഴിഞ്ഞു. ഇനി P2 ബാക്കിയുള്ള എത്രയാണ്? ഇനി ബാക്കി P2 കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഒരെണ്ണമാണുള്ളത്. അപ്പോൾ നമ്മളവിടെ വെട്ടിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 1 എഴുതുക. ഓക്കെ, ഇനി P3 തുടങ്ങി. പ്രയോറിറ്റി 1 ആണല്ലോ. അപ്പോൾ 6ൽ തുടങ്ങി. 7 വേറെ പ്രോസസ്സൊന്നുമില്ല. 8 ഇല്ല. 9 ഇല്ല. 10 ഇല്ല. 11 ആയപ്പോഴത്തേക്കും പുതിയൊരു പ്രോസസ്സ് വന്നു. ആരാണ്? P4. ഓക്കെ, 11 ആയപ്പോഴത്തേക്കും P4 വന്നു. പക്ഷേ P4 പ്രയോറിറ്റി എന്ന് പറയുന്നത് 3 ആണ്. അതുകൊണ്ട് P3 ബാധിക്കത്തില്ല. അപ്പോൾ P3 12ലേക്ക് പോവുകയാണ്. 12 ആയപ്പോഴത്തേക്ക് അടുത്ത ആര് വന്നു? P5 വന്നു. ഓക്കെ, 12, 13 ആയപ്പോഴത്തേക്ക് എന്ത് പറ്റി?
13 ആയപ്പോഴത്തേക്കും P3 എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. കാരണം P3 എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് മൊത്തം ടൈം എത്ര ആയിരുന്നു വേണ്ടത്? 7 യൂണിറ്റ് ആയിരുന്നു വേണ്ടത്. അപ്പോൾ 6 മുതൽ 13 ആയപ്പോഴത്തേക്ക് 7 യൂണിറ്റായി. P3 കഴിഞ്ഞു. അപ്പോൾ P3 കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളത് P2, P5, P4. ഇതിൽ ഇനി ആരാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പം നമ്മൾ ഇതിൻ്റെ പ്രയോറിറ്റി നോക്കുക. P4ൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ഏറ്റവും ലോവർ പ്രയോറിറ്റി. അപ്പോൾ P4 ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അപ്പോൾ ഇനിയുള്ളത് P2ഉം P5ഉം. P2ഉം P5ഉം നോക്കുമ്പോഴത്തേക്കും രണ്ടുപേരും ഒരേ പ്രയോറിറ്റിയാണ്. അപ്പോൾ പ്രയോറിറ്റി സെയിം ആയ സ്ഥിതിക്ക് നെക്സ്റ്റ് നമ്മൾ രണ്ടുപേരും വന്ന സമയം നോക്കുക. അതായത് ആരാണ് ആദ്യം വന്നേ നോക്കുക. ആദ്യം വന്ന ആരാണ്? P2 ആണ്. P2 വന്നത് 0th ടൈമിലായിരുന്നു. സോ P2 എക്സിക്യൂട്ട് ചെയ്യും. P2വിന് ഇനി എത്ര യൂണിറ്റ് ബാക്കിയുണ്ട് എക്സിക്യൂട്ട് ചെയ്യാൻ? 1 യൂണിറ്റും കൂടെ ബാക്കിയുള്ളൂ. അപ്പം 14 യൂണിറ്റ് ആകുമ്പോഴത്തേക്കും P2ഉം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ള ആരാ? P4ഉം P5ഉം. P5 തന്നെ എക്സിക്യൂട്ട് ചെയ്യും. P5ക്ക് എത്ര യൂണിറ്റ് ടൈം ആവേണ്ടത് എക്സിക്യൂട്ട് ചെയ്യാൻ? 2 യൂണിറ്റ്. സോ P5 എക്സിക്യൂട്ട് ചെയ്യും. 2 യൂണിറ്റിൽ P5ഉം തീരും. പിന്നെ ബാക്കിയുള്ള ആരാണ്? P4. P4ന് എത്ര സമയം വേണം? 4 യൂണിറ്റാണ് വന്നിരിക്കുന്നത്. അപ്പം P4ഉം കഴിഞ്ഞു. 20. അപ്പോൾ ഇത്രയാകുമ്പോഴത്തേക്കും നമുക്ക് ഗാൻ ചാർട്ട് കിട്ടി. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ഷെഡ്യൂളിങ്ങിനെ വെച്ച് നോക്കുമ്പോൾ ഇവിടെ വന്ന വ്യത്യാസം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ എന്ത് പറ്റി? നമുക്ക് ആ പ്രോസസ്സിനെ മാറ്റേണ്ടി വന്നു. അപ്പം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് P2 കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് തന്നെ എന്ത് പറ്റി? അവിടെ P3 കയറി വന്നു. പിന്നെയാണ് P2നെ നമ്മൾ എക്സിക്യൂട്ട് ചെയ്തത്. അപ്പോൾ ഈ ടൈപ്പ് ഷെഡ്യൂളിങ്ങിനെയാണ് നമ്മൾ പ്രീ എംപ്റ്റീവ് പ്രയോറിറ്റി ബേസ്ഡ് ഷെഡ്യൂളിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഗാൻ ചാർട്ട് വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് എന്താ കണ്ടുപിടിക്കാം? വെയിറ്റിംഗ് ടൈം കണ്ടുപിടിക്കാം. ഓരോ പ്രോസസ്സിൻ്റെയും വെയിറ്റിംഗ് ടൈം കണ്ടുപിടിക്കാം. ഓരോ പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്ത ടൈം കണ്ടുപിടിക്കാം. നമുക്കിനി ഗാൻ ചാർട്ടിൽ നിന്ന് നമുക്ക് ഓരോ പ്രോസസ്സിൻ്റെ വെയിറ്റിംഗ് ടൈം കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ വെയിറ്റിംഗ് ടൈം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ പ്രോസസ്സ് എടുക്കുക, P1. വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോസസ്സ് എത്ര സമയം റെഡി ക്യൂവിൽ സ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ്, ഇല്ലെങ്കിൽ മറ്റേ റിസോഴ്സസിന് വേണ്ടി എത്ര സമയം വെയിറ്റ് ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ വെയിറ്റിംഗ് ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ P1ൻ്റെ കേസിൽ P1 വന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആണ്. ഓക്കെ, P1 വന്നത് 0 എന്ന് പറയുന്ന ടൈമിലാണ്. P1 എക്സിക്യൂട്ട് ചെയ്തതും 0ൽ തന്നെയാണ്. സോ P1ൻ്റെ വെയിറ്റിംഗ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നില്ലാണ്. കാരണം P1 പിന്നെ കംപ്ലീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത് തീരുവാണ്. സോ P1ൻ്റെ വെയിറ്റിംഗ് ടൈം 0. P2ൻ്റെ കേസോ? P2 വന്നത് 0ൽ തന്നെയാണ്. P2 വന്നത് 0ലാണ്. പക്ഷേ P2 എക്സിക്യൂട്ട് ചെയ്ത് തുടങ്ങിയത് 4ലാണ്. അപ്പോൾ അവിടെ ഒരു 4 യൂണിറ്റ് വെയിറ്റ് ചെയ്തു. കംപ്ലീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത് തീർന്നോ? ഇല്ല. P2 കംപ്ലീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തത് 14ലാണ്. അപ്പോൾ P2 വീണ്ടും സ്റ്റാർട്ട് ചെയ്തത് എപ്പോഴാണ്? 13 എന്ന് പറയുന്ന ടൈമിലാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തത്. അതായത് 6 മുതൽ 13 വരെ വീണ്ടും P2 എന്തായിരുന്നു? വെയിറ്റിംഗ് ആയിരുന്നു. 13 - 6 എന്ന് പറയുമ്പോൾ 7. അപ്പോൾ ടോട്ടൽ 4 + 7. അപ്പോൾ P2ൻ്റെ വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 11. ഇനി P3യുടെ കേസ് എടുത്താലോ? P3 വന്ന ടൈം എന്ന് പറയുന്നത് 6. സ്റ്റാർട്ട് ചെയ്തതും 6 തന്നെ. P3 അവിടെ തന്നെ കംപ്ലീറ്റ് ആവുകയും ചെയ്തു. സോ P3യുടെ വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് 6 - 6 0. ഇനി P4ൻ്റെ കേസ് എടുക്കുകയാണെങ്കിലോ? P4 വന്ന സമയം എന്ന് പറയുന്നത് 11. P4 വന്നത് 11. P4 സ്റ്റാർട്ട് ചെയ്തത് 16ലും. അപ്പം തന്നെ കംപ്ലീറ്റ് ആവുകയും ചെയ്തു. അപ്പോൾ 16 - 11 എത്രയാണ്? 5. P5ൻ്റെ കേസിലാണെങ്കിലോ? P5 വന്നതെന്ന് പറയുന്നത് 12th യൂണിറ്റിൽ. P5 സ്റ്റാർട്ട് ചെയ്തത് 14. അപ്പോൾ P5യുടെ കേസിൽ എത്ര വരും? 14 - 12 എത്രയാണ്? 2. അപ്പം വെയിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാർട്ടിംഗ് ടൈം - അറൈവൽ ടൈം പ്ലസ് അതർ വെയിറ്റിംഗ് ടൈം. അതർ ടൈം ഇറ്റ് വേസ്റ്റഡ് ഫോർ റിസോഴ്സസ് ഓർ ഇൻ ദ റെഡി ക്യൂ. ഓക്കെ, അപ്പോൾ ഈ കേസിൽ P2 മാത്രമേ ഉള്ളൂ ഇടയ്ക്കൊന്ന് പ്രീഎംപ്റ്റായി പോയിട്ട് വീണ്ടും വെയിറ്റ് ചെയ്യേണ്ടി വന്നത്. P2 0ൽ വന്നു, പക്ഷേ സ്റ്റാർട്ട് ചെയ്തത് 4ലാണ്. വീണ്ടും 6ൽ അത് സ്റ്റോപ്പായി. പിന്നെ അത് സ്റ്റാർട്ട് ചെയ്തത് 13ലാണ്. അപ്പം P2ന് മാത്രമേ ഉള്ളൂ ഇത്ര 2 എണ്ണം കൂടെ കൂട്ടേണ്ടി വന്നത്. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് വെയിറ്റിംഗ് ടൈം കിട്ടുന്നത്. ഓക്കെ, ഇനി വെയിറ്റിംഗ് ടൈം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോദിക്കാവുന്ന ആവറേജ് വെയിറ്റിംഗ് ടൈം എന്താണെന്നാണ്. ആവറേജ് വെയിറ്റിംഗ് ടൈം കൂട്ടാനായിട്ട് എന്ത് വേണം? ഓരോ പ്രോസസ്സിൻ്റെ വെയിറ്റിംഗ് ടൈം എടുക്കുക. ഓരോ പ്രോസസ്സിൻ്റെ വെയിറ്റിംഗ് ടൈം എടുത്ത് കിട്ടുക. 0 + 11 + 0 + 5 + 2 ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പ്രോസസ്സ്. അപ്പോൾ നിങ്ങൾക്ക് ആവറേജ് വെയിറ്റിംഗ് ടൈം കിട്ടും.
അടുത്തൊരു കോളം ഞാൻ വരച്ചേക്കുന്നത് കംപ്ലീഷൻ ടൈമാണ്. ഓരോ പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്ത ടൈം എത്ര എന്നുള്ളതാണ് എഴുതിയേക്കുന്നത്. കംപ്ലീറ്റ് ചെയ്ത ടൈം മൊമെൻറ്റ്. അപ്പോൾ P1 കംപ്ലീറ്റ് ചെയ്ത് എപ്പോഴാണ്? P1 4th യൂണിറ്റിൽ കംപ്ലീറ്റ് ആയി. P2 എപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്തത്? 14th P2 കംപ്ലീറ്റ് ആയി. P3 13th കംപ്ലീറ്റ് ആയി. P4 20th കംപ്ലീറ്റ് ആയി. P5 16th കംപ്ലീറ്റ് ആയി. ഓക്കെ, അടുത്ത ഒരു ടേമാണ് നമ്മൾ ടേൺ അറൗണ്ട് ടൈം. അപ്പോൾ ടേൺ അറൗണ്ട് ടൈം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? അറൈവൽ ടൈം അല്ലെങ്കിൽ കംപ്ലീഷൻ ടൈം മൈനസ് അറൈവൽ ടൈം അങ്ങ് ചെയ്താൽ മതി. നിങ്ങൾ കംപ്ലീഷൻ ടൈമും അറൈവൽ ടൈമും കൂടെ അങ്ങ് കുറച്ചാൽ മതി. അപ്പോൾ P1ൻ്റെ ടേൺ അറൗണ്ട് ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 4. ടേൺ അറൗണ്ട് ടൈം എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സിൻ്റെ ഫുൾ ലൈഫ് ലൈൻ, അത് തുടങ്ങി എപ്പോൾ തീർന്നു, ഫുൾ ലൈഫ് സൈക്കിളിൻ്റെ ടൈമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു കംപ്ലീഷൻ ടൈം എഴുതി കഴിഞ്ഞാൽ അതേ മൈനസ് അറൈവൽ ടൈം ചെയ്താൽ മതി. P2ൻ്റെ കേസിലാണെങ്കിലോ 14 - 0 എത്ര വരും? 14. P3യുടെ കേസിൽ 13 - 6 എത്ര വരും? 7. P4ൻ്റെ കേസിൽ 20 - 11 എത്രയാണ്? 9. P5ൻ്റെ കേസിൽ 16 - 12 4. ഇനി നമുക്ക് ഫിഗറിൽ നിന്ന് വേണമെങ്കിൽ നോക്കാം. P1ൻ്റെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ 0ൽ വന്നു 4ൽ തീർന്നു. അപ്പോൾ 4 - 0 ഇതാണ് P1ൻ്റെ ലൈഫ് ടൈം. ഇനി P2ൻ്റെ ആണെന്നുണ്ടെങ്കിലോ P2 വന്നത് 0ലാണ്. അപ്പോൾ 0 തൊട്ട് P2 അവിടെ കിടപ്പുണ്ട്. ഇപ്പോഴും P2 തീർന്നിട്ടില്ല, ഇവിടെയും തീർന്നിട്ടില്ല, ഇവിടെ എത്തിയപ്പോഴാണ് തീർന്നത്. അപ്പം P2ൻ്റെ എത്രയാണ്? 14. ഇനി അടുത്ത ആരാണ്? P3യുടെ നോക്കാം. P3 വന്ന എപ്പോഴാണ്? 6ൽ വന്നു. അപ്പോൾ 6ൽ വന്നു 13 തന്നെ തീർന്നു. P3 പിന്നെ ഇല്ല. അപ്പോൾ 13 - 6 7. ഇനി വീണ്ടും P4 നോക്കാം. P4 വന്നത് എപ്പോഴാണ്? 11ലാണ് വന്നത്. അപ്പോൾ 11 തൊട്ട് 11 സ്റ്റാർട്ട് ചെയ്യണം. 11 തൊട്ട് 20 വരെയും P4 അവിടെ ഉണ്ട്, 9. P5ൻ്റെ കേസാണെങ്കിൽ ഏതാണ്ട് 12ലാണ് വന്നത്. 12 മുതൽ എവിടം വരെ പോയി? P5 എന്ന് പറയുന്നത് 16 വരെ പോയി. ഇപ്പോൾ 16 - 12 എന്ന് പറയുന്നത് 4. അല്ലെങ്കിൽ കംപ്ലീഷൻ ടൈം മൈനസ് അറൈവൽ ടൈമാണ് നിങ്ങളുടെ ടേൺ അറൗണ്ട് ടൈം. കംപ്ലീഷൻ ടൈം മൈനസ് അറൈവൽ ടൈം. വീണ്ടും ഇവിടെ ആവറേജ് ടേൺ അറൗണ്ട് ടൈം കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഓരോ പ്രോസസ്സിൻ്റെ ആവറേജ് ടൈം എടുക്കുക, ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പ്രോസസ്സ്. അപ്പോൾ ഇതാണ് പ്രയോറിറ്റി ബേസ്ഡ് പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. അപ്പം പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എക്സാമ്പിൾ യൂസ് ചെയ്തത്. പ്രയോറിറ്റി ബേസ്ഡ് പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗും അല്ലെങ്കിൽ എന്താണ് പ്രീഎംപ്റ്റീവ് ഷെഡ്യൂളിംഗ് എന്നും ഇപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, താങ്ക് യു.